കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി വളം തയ്യാറാക്കാം. ഈ ഈ വേസ്റ്റ് എപ്പോഴും ഞാൻ ഈ അടുക്കള വേസ്റ്റ് ഈ അടുക്കള വേസ്റ്റിൻ്റെ ഒരു വലിയ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇട്ടാണ് അത് അഴുകി വരണ ലിക്വിഡ് മാറ്റിയൊക്കെയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഈ സമയമുള്ളപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. അതുകൊണ്ട് ഈ ഒരു പുതിയ രീതിയിൽ ഞാൻ ചെയ്യണുണ്ട്. പക്ഷേ അത് ഭയങ്കര ഫലപ്രദമാണ്. നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇട്ടത്. അതിന് വേണ്ട സാധനം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഉള്ളിത്തൊലികളൊന്നും കളയില്ല. ഉള്ളിത്തൊലി, പിന്നെ സവാളയുടെ തൊലി, വെളുത്തുള്ളിയുടെ തോട് എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിരുന്നതാണ് ഇത്. സമയമുള്ളപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യും. അത് അത്രയും ചെയ്തിട്ട് അടുത്തത് മുട്ടത്തോടും ഉണ്ട്. മുട്ടത്തോടും ഒന്നും കളയാതെ ഇത് വെച്ചേക്കും. പിന്നെ വേണ്ടത് നമുക്ക് പഴത്തിൻ്റെ തൊലി. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന പഴത്തിൻ്റെ തൊലി എന്ന് പറയുമ്പോൾ ഏത്തൻ പഴത്തിൻ്റെ തൊലിയാണ്. 2-3 ദിവസം ആയി എടുത്തിട്ട് അത് കറുത്ത് ഒരു ദിവസമേ ഇരിക്കുകയുള്ളൂ, അടുത്ത ദിവസം കറുത്തു പോവും. അതും എടുത്ത് ചെറിയ തുണ്ടാക്കി വെച്ചേക്കാണ്. അതും കൂടെ ഇതെല്ലാം നമ്മൾ മിക്സിയിൽ അരച്ചാണ് ഇന്നത്തെ വളം നമ്മൾ തയ്യാറാക്കണം. ഇതുവരെയും അരച്ചല്ല എടുക്കണത്, അല്ലാതെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന് അതിനെ നേർപ്പിച്ചൊക്കെ എടുത്താണ് ഒഴിക്കണത്. ഇതിപ്പം അങ്ങനെയല്ല. ഇതിപ്പം സമയം ഉള്ളവർക്ക് അന്നുള്ളത് അപ്പോഴപ്പോഴും അരച്ച് ചെടിയുള്ള മൂട്ടിൽ നമുക്ക് ചേർത്തൊഴിക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം. പഴത്തൊലിയും ഉള്ളിത്തൊലിയും മുട്ടത്തോടും പിന്നെ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്ന ഒരു ഐറ്റവും കൂടെ ഉണ്ട്. സ്പെഷ്യലായിട്ട് എടുത്തേക്കണമെന്ന് പറയാം, നമ്മൾ മീൻ അറക്കുമ്പം അതിൻ്റെ വേസ്റ്റ് ഇപ്പം എന്താ ഇന്ന് നെത്തോലിയും അയലയും എടുത്ത്, ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ചെയ്തില്ല, ഇപ്പോഴും അതും എടുത്ത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. എന്താ ഇപ്പം ഈ തലകൾ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് എടുക്കും ഇതെല്ലാം. എന്നിട്ട് നമ്മൾ മീൻ കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം, കഞ്ഞി വെള്ളം, ഉഴുന്ന് കഴുകിയതും അരി കഴുകിയതും എല്ലാ വെള്ളവും ശേഖരിച്ച് വെച്ചേക്കും. ആ ശേഖരിച്ച് വെച്ചേക്കുന്നതിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ അരച്ച് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ അരച്ചതാണ്. പഴത്തൊലി, മുട്ടത്തോടും ഉള്ളിയും കൂടെ അരച്ചതാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ ഇനി നമുക്കിതിലോട്ട് ബക്കറ്റിലോട്ട് ഒഴിക്കാം. അതിൽ മീൻ അരച്ചതൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ട് ഇതെല്ലാം കൂടെ അതിൽ ചേർത്ത് ഇനി നമുക്ക് ഇന്നത്തെ കഞ്ഞിവെള്ളമുണ്ട്. കഞ്ഞിവെള്ളം അതും ഇതിലൊഴിച്ച്, പിന്നെ ഇനി അരി കഴുകിയ വെള്ളം, ഉഴുന്ന് കഴുകിയ വെള്ളം അതെല്ലാം കൂടെ അതും നമ്മളിതിലൊഴിച്ച് ഇനി എല്ലാം കൂടെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും. എല്ലാം കലക്കിയെടുത്ത് ഇത്രയും കൂടെ. ഇനി ഇതിപ്പം 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്കത് ഒരു വലിയ ബക്കറ്റിലോട്ട് ഒഴിക്കാം. വലിയ ബക്കറ്റിൽ ഒഴിച്ച് 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒഴിച്ചിട്ട് നമുക്കിത് ചെടിക്ക് ഒഴിക്കാം. നമ്മൾ കലക്കിയത് ആ വലിയ 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെള്ളം ചേർത്ത് വെച്ച് ഇനി നമുക്കിത് ചെടികളെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ റോസ പൂത്ത് നിൽക്കുന്ന റോസയുടെ മൂട്ടിൽ തന്നെ ഞാൻ ഒഴിക്കണത്. നേരത്തേതായത് മുട്ടത്തോട് പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്, അതങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളെ ചെടികളെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെടികളെ ഇനി പച്ചക്കറികളെ മൂട്ടിലും കൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പം ധാരാളം പൂ വരും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും കണ്ടു നോക്കൂ.